എറണാകുളം കോതമംഗലത്ത് പുഴയിൽ കാണാതായ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ഉച്ചയോടെയാണ് വടാട്ടുപാറ പല്ലവൻപടി പുഴയിൽ 3 വിദ്യാർത്ഥികളെ കാണാതായത്. കോതമംഗലം ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. മുഹമ്മദ് സാലിയുണ്ട് വിവരങ്ങൾ നൽകാനായി. സാലി, എന്താണ് സംഭവിച്ചത് അവിടെ? അനിഷ, എറണാകുളം ജില്ലയിലെ വളരെ വിദൂര പ്രദേശത്താണ് ഇപ്പോൾ ഇങ്ങനൊരു ദുരന്തമുണ്ടായിരിക്കുന്നത്. വനത്തോട് ചേർന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ്. മാത്രമല്ല, അവിടേക്ക് വലിയ തോതിലുള്ള കണക്ടിവിറ്റി പ്രശ്നം നേരിടുന്ന മൊബൈൽ കവറേജ് അടക്കം ലഭ്യമല്ലാത്ത പ്രദേശമാണ്. ഈ പ്രദേശത്തേക്കാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ മാർ ബസിലിയസ് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥികളായ 9 പേർ എത്തുന്നത്. ഈ 9 പേർ എത്തിയതിനെ തുടർന്ന് ഇവർ പുഴയിലിറങ്ങുകയും അതിൽ 3 പേർ ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. ഈ വിവരം പുറത്ത് നാട്ടുകാർ അറിയാൻ തന്നെ ധാരാളം സമയമെടുത്തു. ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ തന്നെ ഈ പുറത്തറിയാൻ ധാരാളം സമയമെടുത്തു. ഇത് 3 പേരാണ് ഇപ്പോൾ മുങ്ങി മരിച്ചിരിക്കുന്നത്. ഈ 3 പേരുടെ പേരുവിവരങ്ങളടക്കം നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ എത്തിയാണ്, നാട്ടുകാരും ഉൾപ്പെടെ എത്തിയാണ് ഈ മൃതദേഹങ്ങൾ മുങ്ങിയെടുത്തത്. ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അനീഷ. സാലി, ഇതിനു മുമ്പും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണോ? ഇവരെ കാണാതായ ഉടനെ തന്നെ തിരച്ചിൽ നടത്താനൊക്കെ സാധിച്ചിട്ടുണ്ടോ ആ സമയം തന്നെ? നിലവിൽ രാവിലെ 9 മണിയോട് കൂടിയാണ് ഇവർ എത്തിയത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ അപകട വിവരം പുറത്തറിയാൻ ധാരാളം സമയമെടുത്തു. തുടർന്നാണ് അല്പം മുമ്പ് മാത്രമാണ് ഈ അപകട വിവരം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ സ്ഥലത്തെത്തി, നാട്ടുകാരും സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇങ്ങനെ ഈ തെരച്ചിലിലാണ് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന കേന്ദ്രമാണ്. പക്ഷേ ഇതൊരു വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ്. ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന, പുഴ കാണാനെത്തുന്ന സ്ഥലമാണ്. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ, കാട് നിറഞ്ഞ പ്രദേശമാണ്. കാണാൻ ഭംഗിയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഈ വിനോദസഞ്ചാരികളായി ഈ വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുന്നത്. പക്ഷേ ഇവർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടപ്പോൾ പോലും അത് പുറത്തറിയാൻ ധാരാളം സമയമെടുത്തു. അവിടേക്ക് എത്തിപ്പെടാനും അതോടൊപ്പം മൊബൈലിനുൾപ്പെടെ കവറേജ് ലഭ്യമല്ലാത്ത സ്ഥലം കൂടിയാണ്. ഇതാണ് ഈ രക്ഷാപ്രവർത്തനം വൈകാൻ ഇടയാക്കിയത്. എന്തായാലും ഈ 3 പേരുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഭൂതത്താൻ കെട്ട് അണക്കെട്ടിന് സമീപമാണ് ഈ അപകടം നടന്ന പ്രദേശം. ആ അണക്കെട്ടിൽ നിന്നും വീണ്ടും കിലോമീറ്ററുകൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ വളരെയധികം എത്താനും അതോടൊപ്പം രക്ഷാപ്രവർത്തനവും ബുദ്ധിമുട്ടായ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് നിലവിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മുമ്പെപ്പോഴെങ്കിലും ഇത്തരത്തിൽ ഒരു അപകടം ഈ പ്രദേശത്ത് ഉണ്ടായതായി നമുക്ക് നിലവിൽ സൂചനകളില്ല അനീഷ.